+1 ഫിസിക്സിന്റെ വർക്ക് എനർജി പവർ എന്ന അധ്യായത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച അസൈൻമെന്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം ഒന്ന് നോക്കിയാലോ. ചോദ്യം ഇതായിരുന്നു: ഫ്രം എ വാട്ടർഫോൾ, വാട്ടർ ഈസ് falling at the rate of 100 kg per second on the blades of turbine. If the height of the fall is 100 meter, what will be the power delivered to the turbine? Power is equal to work done by time. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ mgh ആണ്. സോ mgh ഡിവൈഡ് ബൈ ടൈം, ദാറ്റ്സ് ഈക്വൽ ടു 100 ഇൻറ്റു 10 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 5 watts, ഓർ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 100 kilowatt. നിങ്ങളുടെ ഉത്തരം ശരിയാണല്ലോ അല്ലേ? ഇനി ഇന്നത്തെ അധ്യായത്തിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വർക്കിനെക്കുറിച്ചും എനർജിയെക്കുറിച്ചും പവറിനെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് കൊളീഷനെ കുറിച്ചാണ്. എന്താണ് കൊളീഷൻ? കൂട്ടിയിടിക്കുക എന്ന് മലയാളത്തിൽ പറയാം അല്ലേ? കൂട്ടിയിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും പലതരത്തിൽ കൂട്ടിയിടിക്കലുകൾ നടക്കാറുണ്ട്. ദിനം പ്രതി വർത്തമാന പത്രങ്ങളിൽ നിങ്ങൾ കാണാറുണ്ട്, വാഹനങ്ങൾ കൂട്ടിയിടിച്ചു, വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിൻ്റെ പരിക്ക് ഗുരുതരമാണ്, നിസ്സാര പരിക്കാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതിനെല്ലാം നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാലോ? എത്തരത്തിലാണ് ഇങ്ങനെ കൊളീഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കൊളീഷൻ സംഭവിക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഫോർ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം, വളരെ കുറഞ്ഞ സമയത്തേക്കാണ് ഈ കൂട്ടിയിടി സംഭവിക്കുക. അങ്ങനെ കൂട്ടിയിടി സംഭവിക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരാൾ മറ്റൊരാളിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുകയാണ് ചെയ്യുക. ഈ ഫോഴ്സിൻ്റെ ഇഫക്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ കൊളീഷൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കളയുക. അതനുസരിച്ച് കൊളീഷൻ നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിൽ പറയാൻ പറ്റും: ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. കൈനറ്റിക് എനർജിയെ കൺസേർവ് ചെയ്യുന്ന തരത്തിലുള്ള കൊളീഷനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. കൈനറ്റിക് എനർജിക്കൊപ്പം അവിടുത്തെ ലീനിയർ മൊമെന്റവും കൺസേർവ്ഡ് ആണ്. If the kinetic energy of the system is conserved during a collision, it is called an elastic collision. In elastic collision, the linear momentum and kinetic energy of the system are conserved. ഇനി കൊളീഷൻ നടക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി നഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുക. ലോസ് ഓഫ് കൈനറ്റിക് എനർജിയാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള കൊളീഷനെയാണ് നമ്മൾ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുക. ഡ്യൂറിങ് എ കൊളീഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്, if there is a loss of kinetic energy, then the collision is said to be an inelastic collision. In inelastic collision, linear momentum is conserved, but the kinetic energy is not conserved. ഇങ്ങനെ നഷ്ടപ്പെടുന്ന കൈനറ്റിക് എനർജി ഒരുപക്ഷെ ഹീറ്റിൻ്റെ രൂപത്തിലോ സൗണ്ടിൻ്റെ രൂപത്തിലോ ഒക്കെ പുറത്തേക്ക് വന്നേക്കാം. ഇത്തരത്തിൽ കൊളീഷൻ സംഭവിക്കുമ്പോൾ ഇലാസ്റ്റിക് ആയാലും ഇൻഇലാസ്റ്റിക് ആയാലും കൊളീഷൻ സംഭവിച്ചിട്ട് രണ്ട് വസ്തുക്കളും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ കൊളീഷനെ വൺ ഡയമെൻഷൻ എന്ന് പറയാൻ സാധിക്കും. സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനാണ്. ഇഫ് ദ ടു ബോഡീസ് ആഫ്റ്റർ കൊളീഷൻ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ദ കൊളീഷൻ ഈസ് സെഡ് ടു ബി ഓഫ് വൺ ഡയമെൻഷൻ. എ കൊളീഷൻ ഇൻ വിച്ച് ദ ടു പാർട്ടിക്കിൾസ് മൂവ് ടുഗദർ ആഫ്റ്റർ ദ കൊളീഷൻ ഈസ് കോൾഡ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. കൊളീഷന് ശേഷം രണ്ട് ബോഡീസും ഒരേപോലെയാണ് പോകുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ അത്തരത്തിലുള്ള കൊളീഷനൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില സിനിമകളിൽ നായകന്മാർ വില്ലന്മാരും എല്ലാം വണ്ടികൾ ഓടിക്കുന്നു, കൂട്ടിയിടിക്കുന്നു, അവർ ആ ഇടിക്കുന്ന വണ്ടി ഒരുമിച്ച് മുന്നിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ ഇനി മനസ്സിലാക്കാം ഇത് കൊളീഷൻ ഏത് തരത്തിലുള്ളതാണെന്ന്, ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷനിൽ ഏത് രീതിയിൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്നു, എനർജി കൺസേർവ് ചെയ്യുന്നു ഒക്കെ പറഞ്ഞു അല്ലേ? ചില സമയങ്ങളിൽ എനർജി കൺസേർവ്ഡ് അല്ല എന്ന് പറഞ്ഞു. ഇതിനെല്ലാം ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇഫ് ദ ഇനീഷ്യൽ വെലോസിറ്റീസ് ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ബോത്ത് ദ ബോഡീസ് ആർ അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ, then it is called a one dimensional collision or head on collision. വൺ ഡയമെൻഷൻ കൊളീഷനെ തന്നെയാണ് നമ്മൾ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. Consider a completely inelastic collision in one dimension. Here, by the principle of conservation of momentum, m1u is equal to m1 plus m2 into v. u എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്പീഡും v എന്ന് പറയുന്നത് ഫൈനൽ സ്പീഡും. m1 m2 എന്നൊക്കെ പറയുന്നത് രണ്ട് വസ്തുക്കളുടെ മാസസ് ആണ്. അങ്ങനെയാണെങ്കിൽ v can be written as m1 divided by m1 plus m2 into u.
ഇവിടെ നഷ്ടപ്പെടുന്ന കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ദാറ്റ് ഈസ് ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ഹാഫ് m1 u സ്ക്വയർ മൈനസ് ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു വി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് m1 u സ്ക്വയർ മൈനസ് ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു m1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ u സ്ക്വയർ. അതെവിടെ നിന്ന് കിട്ടിയേ? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. That is delta k is equal to half m1 u square minus half m1 square divided by m1 plus m2 into u square. ഒരു m1 plus m2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. Then we get delta k is equal to half m1 u square into 1 minus m1 divided by m1 plus m2. m1 u square എന്നുള്ളത് ഔട്ട് സൈഡിൽ വന്നപ്പോഴേക്കും ഇത്തരത്തിൽ നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. Then LCM കണ്ടുപിടിച്ച് എഴുതാൻ നേരത്തെ LCM എന്ന് പറയുന്നത് ഇവിടെ m1 പ്ലസ് m2 ആണ്. അതിനുശേഷം നമുക്ക് എഴുതുമ്പോൾ കിട്ടുന്നത് ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ഹാഫ് m1 u സ്ക്വയർ ഇൻറ്റു m1 പ്ലസ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. മേളിൽ m1ഉം m1ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ എത്രത്തോളം എനർജി കൈനറ്റിക് എനർജി ലോസ് ആവുന്നു എന്നത് ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് കൊളീഷന്റെ കേസ് കൺസിഡർ ചെയ്യാം. ഇലാസ്റ്റിക് കൊളീഷനിൽ നേരത്തെ പറഞ്ഞ പോലെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, മൊമെന്റവും കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ബോഡീസ് എടുക്കാം, അതിൻ്റെ മാസസ് m1 m2 എന്ന് എടുക്കാം, അതിൻ്റെ ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി കൺസിഡർ ചെയ്തിട്ട് ഇനി പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കിവർക്ക് ഏതൊക്കെ തരത്തിലെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. Consider the bodies A and B of masses m1 and m2 moving along the same straight line in the same direction with velocities u1 and u2 respectively. Let us assume that u1 is greater than u2. The bodies A and B suffer a head-on collision when they strike and continue to move along the same straight line with velocities v1 and v2 respectively. The momentum and kinetic energy conservation equations are m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2, m1 u1 minus m1 v1 is equal to m2 v2 minus m2 u2. Then rearranging, taking m1 outside, m1 into u1 minus v1 is equal to m2 into v2 minus u2 and take it as equation number 1. Then kinetic energy ഇതുപോലെ കൺസർവേഷൻ വെച്ച് എഴുതുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. അതനുസരിച്ച് എഴുതുമ്പോൾ ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഹാഫ് കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കളയാം. അത് കഴിഞ്ഞ് നമ്മൾ ഇനീഷ്യലി വരുന്ന ആളുകളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. m1 taking outside, right hand side m2 taking outside. So m1 into u1 square minus v1 square is equal to m2 into v2 square minus u2 square. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ദെൻ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് m1 into u1 square minus v1 square divided by m1 into u1 minus v1. റൈറ്റ് സൈഡിൽ വരുന്നത് m2 into v2 square minus u2 square divided by m2 into v2 minus u2. m1 ലെഫ്റ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്യാം, m2 റൈറ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്യാം. u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്നുള്ളതിനെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, നമുക്കറിയാം a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ആ ഫോർമാറ്റിൽ എഴുതുമ്പോൾ u1 മൈനസ് v1 ക്യാൻസൽ ആയി പോകും. റൈറ്റ് സൈഡിൽ v2 മൈനസ് u2 ക്യാൻസൽ ആയിപ്പോയി. സോ ഫൈനലി വി ഗെറ്റ് u1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു v2 പ്ലസ് u2 ആൻഡ് v2 ഇസ് ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് u2. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ട് v2ന്റെ ഈ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കൂ. m1 into u1 minus v1 is equal to m2 into u1 plus v1 minus u2 minus u2. So m1 u1 minus m1 v1 is equal to m2 u1 plus m2 v1 minus m2 u2 minus m2 u2. അപ്പോൾ m2 u2 രണ്ട് തവണ വന്നു, അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയി.
m1 u1 plus 2 m2 u2 minus m2 u1 is equal to m2 v1 plus m1 v1. m1 u1 plus 2 m2 u2 minus m2 u1 equals m2 v1 plus m1 v1. So taking v1 outside, v1 into m2 plus m1 is equal to u1 into m1 minus m2 plus 2 m2 u2. So v1 into m1 plus m2 divided by m1 plus m2 is equal to u1 into m1 minus m2 divided by m1 plus m2 plus 2 m2 u2 divided by m1 plus m2. എല്ലാ ഇക്വേഷനെയും നമ്മൾ m1 plus m2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. So we get v1 is equal to u1 into m1 minus m2 divided by m1 plus m2 plus 2 m2 u2 divided by m1 plus m2. Similarly, v2 is equal to u2 into m2 minus m1 divided by m1 plus m2 plus 2 m1 u1 divided by m1 plus m2. ഫൈനൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻസ് കിട്ടി അല്ലേ? v1ന്റെ എക്സ്പ്രഷൻ കിട്ടി, v2ന്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇതിൽ ചില കേസസ് വരുമ്പോൾ ഇതിൽ എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കേസ് ഇതാണ്. m1 is equal to m2 and v1 is equal to u2 and v2 is equal to u1. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ ദ വെലോസിറ്റീസ് ഓഫ് ദ കൊളൈഡിംഗ് ബോഡീസ് ആർ മ്യൂച്വലി ഇന്റർചേഞ്ച്ഡ്. ഇനി അതല്ല, if the particle B is initially at rest, that is u2 is equal to 0, then m1 u1 is equal to m1 v1 plus m2 v2. So m1 u1 v2 is equal to m1 v1 v2 plus m2 v2 square. Kinetic energy കേസിൽ half m1 u1 square is equal to half m1 v1 square plus half m2 v2 square. Cancellation കഴിയുമ്പോൾ m1 u1 square is equal to m1 v1 square plus m2 v2 square. ഈ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടും m1 u1 v2 minus m1 u1 square is equal to m1 v1 v2 plus m2 v2 square minus m1 v1 square minus m2 v2 square. m1 u1 v2 minus m1 u1 square is equal to m1 v1 v2 minus m1 v1 square. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. u1 v2 minus u1 square is equal to v1 v2 minus v1 square. u1 v2 minus v1 v2 is equal to u1 square minus v1 square. u1 square minus v1 square നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ഫൈനലി വി ഗെറ്റ് v2 is equal to u1 plus v1. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. അതെന്തിനാണെന്ന് വെച്ചാൽ v1ന്റെ വാല്യൂ കാണാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അറിയാം m1 u1 is equal to m1 v1 plus m2 into u1 plus v1 എന്ന് കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടും v1 is equal to m1 minus m2 divided by m1 plus m2 into u1 എന്ന് കിട്ടും. സിമിലർലി v2 എന്ന് പറയുന്നത് u1 plus v1 ആണ്. v2ലും ഇതുപോലെ ചേഞ്ചസ് നമുക്ക് വരും. v2ൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ v2 is equal to 2m1 divided by m1 plus m2 into u1 എന്നാണ്. അപ്പോൾ കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഇക്വേഷനുകൾ കണ്ടു അല്ലേ? ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് കൊളീഷനെ കുറിച്ച് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്നൊക്കെ പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്കൊരു ടേമിനെ പരിചയപ്പെടാം. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. സ്മോൾ ലെറ്റർ ഇ ആണ് നമ്മളിത് ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ്. ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഇ ഈസ് ഈക്വൽ ടു 1. ഫോർ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കൊളീഷനെ നമ്മൾ വൺ ഡയമെൻഷൻ മോഷനിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കണ്ടു. ഇനി ഇത് തന്നെ 2 ഡയമെൻഷൻ ആണെന്ന് വിചാരിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 ഡയമെൻഷനിലാണ് കൊളീഷൻ സംഭവിക്കുന്നതെങ്കിൽ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. കൺസിഡർ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ. സിൻസ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്, total kinetic energy is conserved. That is half m1 u1 square plus half m2 u2 square is equal to
ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഇവിടെ മൊമെൻറ്റം എന്ന് പറയുന്നത് it is along x and y axis are conserved, which is m1 u1 plus m2 u2 is equal to ആ രണ്ട് കമ്പോണൻസ് എടുക്കാൻ നേരത്ത് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് m1 v1 cos theta 1 plus m2 v2 cos theta 2 എന്നാണ്. Similarly, 0 is equal to m1 v1 sin theta 1 minus m2 v2 sin theta 2. ഇക്വേറ്റ് ചെയ്യാൻ നേരത്ത് m1 v1 cos theta 1 is equal to m2 v2 cos theta 2 എന്ന് കിട്ടും. Here v1 v2 theta 1 theta 2 are non-quantities and the other quantities are calculated using these equations. കൊളീഷനെ സംബന്ധിച്ച് കുറച്ച് തിയറി ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്താണ്, എത്തരത്തിലാണ് എനർജിയിലും മൊമെൻറ്റത്തിലും വ്യത്യാസം വരുന്നത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? എ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് കണ്ടെയ്നർ ഹിറ്റ്സ് ദ വോൾ വിത്ത് എ സ്പീഡ് 200 meter per second at an angle 30 degree with the normal and rebounds with the same speed. Is the momentum conserved in the collision? Is the collision elastic or inelastic? ഈ ക്വസ്റ്റ്യനിൽ ഒരു ഗ്യാസ് കണ്ടെയ്നറിനുള്ളിലുള്ള ഒരു മോളിക്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. മോളിക്യൂള് ഹിറ്റ് ചെയ്യുന്നത് 200 meter per second സ്പീഡിലാണ്, 30 ഡിഗ്രി ആംഗിളിലാണ് അത് ഹിറ്റ് ചെയ്തത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം മൊമെൻറ്റം കൺസേർവ്ഡ് ആണോ എന്നതാണ്. ഒപ്പം തന്നെ is a collision elastic or inelastic? Here no external force acts on the system consisting of ball and wall which produces action and reaction. So the momentum is conserved. The velocity of recoil of the ball is equal to momentum of the ball divided by mass and is negligible since the mass of the ball is very large. So the kinetic energy of the ball before collision must be equal to kinetic energy after collision. കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും. ആസ് ഇറ്റ്സ് എനർജി ഈസ് നോട്ട് ഷെയർഡ് ബൈ വാൾ. ദസ് ദ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഐഡിയ എന്താണ്? അത് തന്നെ. സോ ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. ഈ ചോദ്യത്തിൻ്റെ രണ്ട് ഉത്തരങ്ങളൊപ്പം നമുക്ക് ക്ലിയർ ആയി. ഇവിടെ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. അറ്റ് ദ സെയിം ടൈം കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക്കുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൊളീഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. കൊളീഷൻ പ്രധാനമായും രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. അതിൽ പെർഫെക്റ്റ് ആയിട്ട് കൊളീഷൻ നടക്കുന്ന രീതികളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരം കൊളീഷനിൽ മൊമെൻറ്റത്തിനും എനർജിക്കും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡെറിവേഷനൊക്കെ പറഞ്ഞിരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുന്ന രീതിയിൽ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കി ഒരു ചെറിയ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ ഓഫ് 2 billiard balls is the total kinetic energy conserved during the short time of collision of the balls? In an elastic collision of 2 billiard balls is the total kinetic energy conserved during the short time of collision of the balls, that is when they are in contact. ബില്യാർഡ് ബോൾസ് കൊളൈഡ് ചെയ്യുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണോ അല്ലയോ എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സോടുകൂടി വർക്ക്, എനർജി, പവർ എന്ന അധ്യായം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നന്ദി, നമസ്കാരം.